ഞാൻ ഈ കുറച്ച് കഥകൾ ഞാൻ പറഞ്ഞുതരാം. ഈ പഞ്ചലോഹ വിഗ്രഹം എവിടെ പോയി? ഇപ്പം 3-4 ദിവസമായിട്ട് അതിനെക്കുറിച്ച് കേൾക്കുന്നില്ലല്ലോ. ഭയങ്കര ചർച്ചയല്ലോ. എന്താ ശബരിമലയിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹം അടിച്ചുകൊണ്ട് പോയി, 5 പഞ്ചലോഹം കാണുന്നുണ്ടായിരുന്നില്ല. ഡീമണീൻ്റെ അടുത്ത് കുറേ പഞ്ചലോഹം ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. ഇതൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ലല്ലോ. അതൊക്കെ എന്താ കേൾക്കാത്തത്? അതൊന്നും കേൾക്കുന്നേ ഇല്ല. ഇപ്പോൾ വളരെ ചുരുങ്ങി വാർത്തകൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വാർത്തകളടക്കം വളരെ ചുരുങ്ങിയിട്ട് ചോദ്യം ചെയ്യലിലേക്ക് ചുരുങ്ങി വന്നു. എന്താ കാരണം? ഈ കാരണം ഇൻപുട്ട് കൊടുക്കാൻ കഴിയുന്നില്ല എന്നേ. ഈ കൊടുത്തോണ്ടിരുന്ന ഇൻപുട്ട് ഉണ്ടല്ലോ, ഈ കുറയുന്ന വലിയ നേതാക്കന്മാർ കൊടുത്തിട്ടുള്ള ഇൻപുട്ട് ഉണ്ടല്ലോ, മാധ്യമങ്ങൾക്കും എല്ലാവർക്കും കൊടുത്ത ഇൻപുട്ട് ഉണ്ടല്ലോ, ആ ഇൻപുട്ടിൻ്റെ സോഴ്സ് തീർന്നു. ഇപ്പോൾ ആ സോഴ്സ് ഇല്ല. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് തന്നെ വാർത്തയ്ക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയാതെ അയക്കണു. അതാണ് സത്യം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. SITന്റെ ഡീറ്റെയിൽ ആണ് മാധ്യമങ്ങൾ കൊടുക്കുന്നത്. നമ്മളെ SITന്റെ വാർത്ത എന്തെങ്കിലും നമ്മളെ SIT ഇപ്പൊ ഞാൻ പറയാം, എത്ര ഗ്രാം സ്വർണ്ണം നഷ്ടപ്പെട്ടെ? SIT എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്താ പറഞ്ഞേ? കണക്കണക്കുണ്ടല്ലോ. എന്താ പറഞ്ഞേ? 1500 ഗ്രാം ആണ് കൊണ്ടുപോയത്. സ്വർണ്ണം എവിടെ? പ്രതിപക്ഷ നേതാക്കൾ മുഴുവൻ പ്രതികരിച്ചിട്ടുണ്ട്. SIT അന്വേഷണം വൈകിയതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വി ഡി സതീശൻ സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ട്. അങ്ങ് കാണാത്തതെന്ന് പറയാൻ 15 ദിവസം. ഞാനൊരു ഉദാഹരണം പറയട്ടെ. കഴിഞ്ഞ ആഴ്ചത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്തായിരുന്നു? ഒരു വലിയ വ്യവസായി വരുന്നു, ആ വ്യവസായി പുതിയ കുറേ ഇൻപുട്ട് കൊടുക്കുന്നു, ആ വ്യവസായിനെ ചോദ്യം ചെയ്യുന്നു, ആ വ്യവസായിനെ സപ്പോർട്ട് ചെയ്യാൻ വേറൊരു നേതാവ് വരുന്നു, അദ്ദേഹം കുറേ ഇൻപുട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അത് വലിയ ദാവൂദ് മണി, ഒരു ദാവൂദ് മണി എന്ന് എന്താ സംഭവിച്ചത് പറഞ്ഞു കഴിഞ്ഞോ? അതാണ് പറയുന്നത്. അത് SIT അന്വേഷിക്കണേ, കോൺഗ്രസ് നേതാക്കന്മാരല്ലോ അന്വേഷിക്കുന്നത്. മനസ്സിലായി. അല്ല, ഒരു സംശയം. അതായത് ഇപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പ്രതിപക്ഷം മിണ്ടരുതെന്നാണോ? എന്ത്? അല്ല, എന്താ ഉദ്ദേശം? അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവിന്റെ വീട്ടിൽ ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനു വന്നു? 2 പ്രാവശ്യം വന്ന് എന്തിനു വന്നു? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ യാത്രകളല്ലോ പരിശോധിക്കുന്നത്, അല്ലല്ലോ, സ്വർണ്ണക്കൊള്ളയാണല്ലോ പരിശോധിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം ചെയ്യുന്നത്. നടന്നത് ആര് ഭരിക്കുമ്പോൾ നടന്നത് തന്നെയാണ്. അവർക്കൊരു ഉത്തരവാദിത്തമില്ലേ? സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ? സർക്കാർ ഉത്തരവാദിത്തമുള്ള തന്നെയാ പറയുന്നത്. സ്വർണ്ണക്കൊള്ള നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ആള് 2 പ്രാവശ്യം ഈ പറഞ്ഞ സോണിയാഗാന്ധിനെ കണ്ടതിന് എന്തെന്ന് മറുപടി ഉണ്ടോ? പിണറായി വിജയനും കൂടെ നിന്ന് വിഷ്വൽസ് ഉണ്ടല്ലോ, അതാണോ വിഷയം? അത് വിഷയമല്ല. അതല്ല വിഷയം. ആരെയൊക്കെ ഇയാൾ കാണാൻ പോയി എന്നതല്ല വിഷയം. SIT അന്വേഷിക്കുന്ന പോറ്റിയുടെ യാത്രകളല്ല, SIT അന്വേഷിക്കുന്ന പോറ്റിയുടെ യാത്രകളല്ല. സ്വർണ്ണക്കൊള്ളയാണ് അന്വേഷിക്കുന്നത്. ഞാൻ പറയുന്നത് അറിയോ? നിങ്ങൾ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ സ്വർണം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കട്ടുകൊണ്ട് പോയി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് ബന്ധപ്പെട്ട എല്ലാവരെയും ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സോണിയാഗാന്ധി ജനിച്ച സ്ഥലം മുഴുവൻ ജനിച്ച കാലം തുടങ്ങിയതല്ല. ഈ പറഞ്ഞ എന്തെങ്കിലും ലോജിക്ക് വേണ്ടി ഭരണകാലത്ത് സ്വർണം മോഷണം പോയ കാലഘട്ടം മുതലുള്ള കാര്യം ആരാണ് ഇവിടെ ഭരിക്കുന്നത്? സോണിയാഗാന്ധിനെ കണ്ട ഡേറ്റ് എന്ന് പറ. സോണിയാഗാന്ധി കണ്ട ഡേറ്റ് ആണോ വിഷയം? ഇവിടെ അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്നതിനെ കുറിച്ച് മറുപടി പറയാതെ പോറ്റി പോയ വഴി കണ്ടുപിടിക്കാൻ നടക്കുന്നതിൽ വളരെ മോശമാണ്. ഇതിലാദ്യം മറുപടി പറഞ്ഞിട്ട് പറയാം. അല്ലല്ല, നിങ്ങൾ ആദ്യം അറസ്റ്റിൽ ജയിലിൽ കിടക്കുന്ന ആളുകളെ കുറിച്ച് ആദ്യം ഒരു ക്ലാരിറ്റി ഇല്ല. വരട്ടെ എന്നാണ് വഴികൾ അല്ലല്ല, അത് വരുത്തേണ്ട ആളാരാ? SIT ആണ്. SIT വരുന്നത് വരെ, ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നത് വരെ ഈ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാവില്ല. അല്ല, ഒരു മിനിറ്റ് പറയട്ടെ. അല്ല, പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാവില്ല. ആ നടപടി ഉണ്ടാവണമെങ്കിൽ പത്മകുമാർ എന്തെങ്കിലും ചെയ്തോന്ന് ഈ പറയുന്ന കുറ്റപത്രത്തിലുണ്ട് ഈ നടപടി എടുക്കുമെന്ന് പറഞ്ഞ പാർട്ടിയാണ്, അല്ലേ? പക്ഷേ എന്താണെന്നറിയോ? ഒരക്ഷരം പോലും. എന്തിനാണ് 2 പ്രാവശ്യം പറഞ്ഞ സോണിയാഗാന്ധിനെ കണ്ടതിന് മറുപടിയില്ല? എന്തിനാണ് അടൂർ പ്രകാശ് കൂട്ടിക്കൊണ്ട് പോയതിന് മറുപടിയില്ല? എന്ത് ഗിഫ്റ്റാണ് കൊടുത്തതെന്ന് മറുപടിയില്ല? ഇത് 2019 ശേഷമാണോ ഈ സോണിയാഗാന്ധിനെ കണ്ടതിന് മറുപടിയില്ല? 2019 കണ്ടതിന് ശേഷമാണ്. കാരണം 2019 ശേഷമാണ് അടൂർ പ്രകാശ് MP ആയത്, അല്ലേ? അതിനുശേഷമാണ്
എനിക്ക് 2019 പോറ്റി അറിയുന്നത് പറഞ്ഞിട്ട് ബന്ധം ഭരിക്കുന്നവരുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്ന നോക്കൂ, ശബരിമലയിൽ നിന്നാണല്ലോ സ്വർണം ശബരിമലയിൽ നിന്നാണ് എല്ലാവർക്കും പോയെന്ന് അറിയാം. 2019 ശേഷം സോണിയാഗാന്ധിയെ കണ്ടത് ഉറപ്പായല്ലോ. അത്രയും പറഞ്ഞാൽ മതി. അല്ല, 2019 ശേഷമാണ് സോണിയാഗാന്ധിയെ കണ്ടത് ഉറപ്പായോ? അല്ല, അതാ പറഞ്ഞു, 2019 ശേഷമാണ് സോണിയാഗാന്ധിയെ കണ്ടത് ഉറപ്പായല്ലോ. അപ്പൊ അന്ന് അത് എന്തിനാ കണ്ടതെന്ന് പറഞ്ഞാൽ മതി. 2019 മുമ്പുള്ളത് വിട്ടോളൂ. 2019 ശേഷം എന്തിനാണ് എങ്ങനെ അറിയാനാണ്? എന്തിനാണെന്ന് എങ്ങനെ അറിയാനാണ്? ഇറ്റലിക്കാരി എന്ന വാദം ഉന്നയിക്കാനും നിഷേധിച്ചു എന്ന് പറയാനുള്ള ഒരു അതാണ്. നിങ്ങൾ എന്തിനാ അങ്ങോട്ടൊക്കെ പോകുന്നത്? അതാണ് 2019 ശേഷമാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിനെ കണ്ടത്, ഗിഫ്റ്റ് കൊടുത്തത്. എന്തിനാണ് കൊടുത്തതെന്നും എന്ത് ഗിഫ്റ്റാണ് കിട്ടിയതെന്നും ഏത് ഡേറ്റിനാണ് വന്നതെന്നും മാത്രം പറഞ്ഞാൽ മതി. അതോടെ അവസാനിച്ചു. എന്തേ പറയാൻ പറ്റാത്തേ? ഒറ്റ ചോദ്യമുള്ളൂ. ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞു കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യം പറയും, നിങ്ങൾ പിണറായി വിജയന്റെ കാര്യം നിങ്ങൾ പറയും, പത്മകുമാറിന്റെ കാര്യം നിങ്ങൾ പറയും, പക്ഷേ സോണിയാഗാന്ധിയുടെ കാര്യം പറയില്ല, അടൂർപ്രകാശിന്റെ കാര്യം പറയില്ല, ശബരിമലയെ കുറിച്ചാണ് ചർച്ച. ശബരിമലയിൽ പോറ്റിനെ എന്തിനു കണ്ടു എന്ന് പറഞ്ഞാൽ മതി. ഈ പറഞ്ഞ ശബരിമലയിൽ നിന്ന് സ്വർണം കട്ട പോറ്റിനെ എന്തിന് സോണിയാഗാന്ധിയും അടൂർ പ്രകാശും ആന്റോ ആന്റണിയും കണ്ടു എന്ന് പറഞ്ഞാൽ മതി. അത് ചോദിക്കാനും പാടില്ല, അത് പറയാനും പാടില്ല. പക്ഷെ എന്ത് എന്താ പറഞ്ഞത്? സ്മൃതി മാഡം പറഞ്ഞു. വേണ്ടി പറയേണ്ട ഒരു കാര്യമില്ല. എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ബാലിശമാണ് അതിന് പിന്നാലെ പോകുന്നത്. ഇവിടെ ആരുടെ ഭരണകാലത്ത് ഈ സ്വർണ്ണമോഷണം നടന്നിരിക്കുന്നു? ഇതിലൊരു സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടോ? ഞങ്ങളുടെ കാലത്ത് ഇത് നടന്നു എന്നതിന്റെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു വാചകം കേട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലല്ല, സർക്കാർ നിയോഗിച്ച പാർട്ടിയുടെ നോമിനികളായി എത്തിയിരിക്കുന്ന പറ്റില്ലല്ലോ. പാർട്ടി കോടതി നടത്താൻ പറ്റില്ലല്ലോ. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഒരു SIT അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കടകംപള്ളിനെ ചോദ്യം ചെയ്തു, പ്രശാന്തിനെ ചോദ്യം ചെയ്തു, 3 പേര് ജയിലിലുണ്ട്. പക്ഷേ എന്താണ്, കോൺഗ്രസിന്റെ കാര്യം പറയുമ്പോൾ മാത്രം അതിന് മറുപടിയില്ല. അത് ഏത് ഡേറ്റാന്ന് പറയില്ല, എന്താണ് കിട്ടിയെന്ന് പറയില്ല, എന്തിനാണ് കണ്ടതെന്ന് പറയില്ല, അടൂർ പ്രകാശിനെ കണ്ടത് ചോദിക്കാൻ പാടില്ല, ഈ ആന്റോ ആന്റണിയെ കണ്ടത് ചോദിക്കാൻ പാടില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ. കടകംപള്ളിയുടെ മൊഴിയെടുത്ത വാർത്ത വരുമ്പോഴും സോണിയാഗാന്ധിയുടെ ചരട് അന്വേഷിക്കാൻ പോകുന്നതിൽ ചരടല്ല, ചരട് 2019 മുൻപാണെന്നാ പറയുന്നത്. ഈ അല്ല, അതാ പറയുന്നത്, ചരട് 2019 മുൻപാന്ന് പറയുന്നു. ഈ ഗിഫ്റ്റ് കിട്ടി 2019 ശേഷമാണെന്ന് പറയുന്നത്. അതൊന്ന് പറഞ്ഞാൽ മതി, അത് പറഞ്ഞാൽ മതി. ഓക്കെ. Meet the editors.